ഹേ ഗായ്സ്, ഐ ആം സിനു. അങ്ങനെ ഇൻ്റർവ്യൂവിന് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഞാൻ പേഴ്സണലായിട്ട് ചെയ്ത കാര്യമാണ്, പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് പാസ്സായി. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. ഇൻ്റർവ്യൂവിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് വേണ്ടത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ പേഴ്സണൽ ലൈഫിൽ ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ പോലും അത് വർക്കായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. മെയിനായിട്ടുള്ള നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരെ നമ്മൾ വിഷ് ചെയ്യുക. നമ്മൾ ആ ഇൻ്റർവ്യൂവറിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മളവരെ ഇപ്പം ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അങ്ങനെ നമ്മൾ വിഷ് ചെയ്യുക. നമ്മുടെ വേ ഓഫ് വിഷ് എങ്ങനെയായിരിക്കും, വേ ഓഫ് ട്രീറ്റ് അവരെങ്ങനെയായിരിക്കും, അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി വി നമ്മുടെ പ്രൊഫഷണലായിട്ട് നമ്മൾ ചിലപ്പോൾ എന്താണെങ്കിൽ ഇപ്പോൾ നേഴ്സിംഗ് ആണ്. അപ്പം ആ നേഴ്സിംഗ് എന്നുള്ള രീതിയിൽ ഫോർമലായിട്ട് വേണം നമ്മുടെ സി വി നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒന്നെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കറിയത്തില്ലെങ്കിൽ അടുത്തുള്ള കഫേസിലോ വല്ലതും അക്ഷയയിൽ സെൻറ്റർ വല്ലതും പോയി നമുക്ക് സി വി പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ് അവർ നന്നായിട്ട് നോക്കും. മീൻസ് ചില ഇൻ്റർവ്യൂവിന് പോകുമ്പം അവർ ഇപ്പോൾ ഏജൻറ്റ് വഴിയാണ് പോകുന്നതെങ്കിൽ ഏജൻറ്റുകാർ പറയും ഇതുപോലത്തെ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ചിലർക്ക് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഇപ്പം ഞാൻ പോയിട്ട് കോഡ് സെറ്റ് എന്നാണ് അവർ പറഞ്ഞത്. കോഡ് സെറ്റ് ഇട്ടുകൊണ്ട് വരാനാണ് പറഞ്ഞത്. അപ്പം ജീൻസും ക്രോപ്പ് ടോപ്പൊന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പം അതുപോലെയുള്ള ഫോർമൽ ആൻഡ് സിമ്പിൾ മിനിമലായിട്ടുള്ള ഡ്രസ്സിങ്ങോട് കൂടി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഇൻ്റർവ്യൂവിനൊക്കെ നല്ലത്. പിന്നെ ഇപ്പം ബോയ്സിൻ്റെ ഗേൾസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബോയ്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അവർ പൊതുവേ സിമ്പിളാണ്. അല്ലാണ്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പോവുക, പിന്നെ താടി ഉണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് പോവുക, നല്ല ഡ്രസ്സിങ്ങോട് കൂടി പോവുക, അതൊക്കെ ഉള്ളു നോക്കാനായിട്ട്. പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും നല്ല ബോൾഡായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ പ്രസൻറ്റേഷൻ മാത്രം ഒക്കെ പോരാ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മെയിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഇതുപോലുള്ളൊരു ഫയലിൽ സെറ്റാക്കിക്കൊണ്ട് വേണം നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.